ജനൽ തുറന്നിട്ടൊരാള് ഇവിടെയൊന്നും ആരെയും കാണാൻ പറ്റില്ല, ഞങ്ങൾ ഇവിടെ ആരെയും കാണില്ല, വീട്ടിലാരെയും കാണില്ല, നിങ്ങൾക്ക് മന്ത്രിയുടെ ഓഫീസിൽ പോകാം എന്ന് പറഞ്ഞ് സത്യത്തിൽ ഒരുതരം ആട്ടിപ്പായിക്കലാണ് ചെയ്തത്. ആശാ വർക്കർമാരുടെ സമരം തീർക്കാൻ മന്ത്രിമന്ദിരത്തിലെത്തിയവരെ ആട്ടിപ്പായിച്ചതാര്? ആരും ഇറക്കി വിട്ടില്ലെന്ന ആരോഗ്യമന്ത്രിയുടെ വാദം തെറ്റെന്ന ആശമാർ. സമര നേതാവ് ആശാ വർക്കർ അല്ലെന്ന ന്യായവുമായി വീണ ജോർജ്. ആരോഗ്യരംഗത്തെ പരിചയം കൊണ്ടാണോ വീണ ആരോഗ്യമന്ത്രിയായതെന്ന് സമരക്കാർ. സമരം തുടരുന്നു. മതവിദ്വേഷ പരാമർശത്തിൽ PC ജോർജിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ്. 2 മണിക്ക് ഹാജരാകാൻ ആവശ്യപ്പെട്ട് നോട്ടീസുമായി പോലീസ് വീട്ടിലെത്തി. ഈരാറ്റുപേട്ടയിലെ വീട്ടിൽ ജോർജ് ഇല്ല. ഇൻവെസ്റ്റ് കേരളയിൽ നിക്ഷേപകരുടെ വമ്പൻ വാഗ്ദാനങ്ങൾ. ഇതുവരെ പ്രഖ്യാപിച്ചത് 40,000 കോടി രൂപയുടെ നിക്ഷേപം. ടാറ്റയും ഷറഫ് ഗ്രൂപ്പും പണം മുടക്കും. കൊല്ലം ചെങ്കോട്ട റെയിൽപാതയിൽ അട്ടിമറി ശ്രമം. കുണ്ടറയ്ക്ക് സമീപം ട്രാക്കിനു കുറുകെ ടെലിഫോൺ പോസ്റ്റ് വെച്ചു. ട്രെയിൻ പാളം തെറ്റിക്കാൻ ശ്രമം നടത്തിയത് പാലരുവി എക്സ്പ്രസ് കടന്നു പോകുന്നതിന് തൊട്ട് മുൻപ്. ഇടുക്കി പന്നിയാർകുട്ടിയിൽ ജീപ്പ് കൊക്കയിലേക്ക് മറിഞ്ഞ് 3 മരണം. അപകടത്തിൽപ്പെട്ടത് ഒളിമ്പ്യൻ KM ബീനാമോളുടെ സഹോദരിയും ഭർത്താവും സഹോദരന്റെ ഭാര്യാപിതാവും. നിയന്ത്രണം വിട്ട ജീപ്പ് 100 അടി താഴ്ചയിലേക്ക് മറിഞ്ഞു. സമരം ചെയ്തവരോട് പ്രതികാരവുമായി KSRTC. ഫെബ്രുവരിയിലെ ശമ്പളം വൈകിപ്പിക്കും. സമരം ചെയ്തവരുടെ ശമ്പള ബില്ലുകൾ പ്രത്യേകം തയ്യാറാക്കും. ശക്തമായ സമരമെന്ന മുന്നറിയിപ്പുമായി TDF. ഫ്രാൻസിസ് മാർപ്പാപ്പ അപകടനില തരണം ചെയ്തിട്ടില്ലെന്ന് ഡോക്ടർമാർ. ഒരാഴ്ച കൂടി ആശുപത്രിയിൽ തുടരേണ്ടി വരും. പാപ്പയുടെ ജീവന് ഭീഷണിയില്ലെന്ന് ആശുപത്രി. കൊച്ചിയിൽ നടക്കുന്ന ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപ ഉച്ചകോടിയിൽ വമ്പൻ പ്രഖ്യാപനവുമായി നിക്ഷേപകർ. 40,000 കോടി രൂപയുടെ നിക്ഷേപമാണ് ഇതുവരെ പ്രഖ്യാപിച്ചത്. ടാറ്റ ഗ്രൂപ്പും ഷറഫ് ഗ്രൂപ്പും കേരളത്തിൽ നിക്ഷേപം നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. നിക്ഷേപങ്ങളുടെ വിശദാംശങ്ങൾ വൈകിട്ട് മന്ത്രി P. രാജീവ് വിശദീകരിക്കും. ഉച്ചകോടി ഇന്ന് സമാപിക്കും. രണ്ടാം ദിവസത്തിലേക്ക് കടന്ന ഉച്ചകോടിയിൽ വമ്പൻ പ്രഖ്യാപനങ്ങളാണ് കേരളത്തെ തേടിയെത്തുന്നത്. ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഷറഫ് ഗ്രൂപ്പ് 5,000 കോടി രൂപയുടെ നിക്ഷേപം നടത്താൻ തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചു. തുറമുഖ ലോജിസ്റ്റിക് മേഖലയിലാണ് നിക്ഷേപം നടത്തുകയെന്ന് ഗ്രൂപ്പ് ചെയർമാൻ ഷറഫുദ്ദീൻ ഷറഫ് പറഞ്ഞു. Today we have decided to start a new investment in Kerala with the 2 locations we are planning to establish our ports, dry ports, with the support of the Kerala government with the investment of more than 500 crores. I hope 5,000 crores. 100 ടണ്ണിന് താഴെയുള്ള ബോട്ടുകളുടെ നിർമ്മാണ യൂണിറ്റ് തുടങ്ങുമെന്നാണ് ടാറ്റ ഗ്രൂപ്പിന്റെ പ്രഖ്യാപനം. കൊച്ചിൻ പോർട്ടൽ ട്രസ്റ്റിൽ മലബാർ സിമന്റ് വാടകയ്ക്കെടുത്ത സ്ഥലത്തായിരിക്കും യൂണിറ്റ്. The signature we have done today, we're working together already, and the teams will be working together to figure out an execution plan through which we can not just do shipbuilding, possibly even do huge process equipment manufacturing, because it's right next to the sea. We can focus on export markets. So our focus here is to focus on something which is on the small and medium segment, for which there is pretty much unlimited demand in the market. അദാനി, ലുലു, ആസ്റ്റർ ഗ്രൂപ്പുകൾ ഇതിനകം വമ്പൻ നിക്ഷേപങ്ങളാണ് പ്രഖ്യാപിച്ചത്. അദാനി ഗ്രൂപ്പ് 30,000 കോടിയുടെ നിക്ഷേപം നടത്തും. ഇതിൽ വിഴിഞ്ഞത്ത് 20,000 കോടിയുടെ അധിക നിക്ഷേപവും എത്തും. 5,000 കോടിയുടെ ഇ-കൊമേഴ്സ് ഹബ്ബ് പദ്ധതിയും തുടങ്ങും. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ 5,000 കോടിയുടെ വികസന പദ്ധതികളാണ് അദാനി ഗ്രൂപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തെലങ്കാനയിലെ കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് 3,000 കോടിയും ആസ്റ്റർ DM ഹെൽത്ത് കെയർ 850 കോടിയുടെ നിക്ഷേപവും പ്രഖ്യാപിച്ചു. ലുലു ഗ്രൂപ്പിന്റെ പുതിയ നിക്ഷേപ പദ്ധതികൾ ഉടനറിയാം. IT സേവന മേഖലയിലും ഭക്ഷ്യസംസ്കരണ രംഗത്തും ലുലു നിക്ഷേപം നടത്തും. 1,00,000 കോടി രൂപയുടെ നിക്ഷേപമാണ് കേരളം ഉച്ചകോടിയിലൂടെ പ്രതീക്ഷിക്കുന്നത്. ഉച്ചകോടിയിൽ വന്ന നിക്ഷേപങ്ങളുടെ വിശദാംശങ്ങൾ വൈകിട്ട് മന്ത്രി P. രാജീവ് വിശദീകരിക്കും. ന്യൂസ് 18 കൊച്ചി.
കേരളത്തിലെ വ്യാവസായിക അന്തരീക്ഷം മാറിയെന്നും നിക്ഷേപകർക്ക് ധൈര്യമായി കടന്നുവരാമെന്നും വ്യവസായിയായ സുബിൻ കുമാരൻ. അമേരിക്കയിലും ഗൾഫ് മേഖലയിലും ഷിപ്പിംഗ് ലോജിസ്റ്റിക് കമ്പനി നടത്തുകയാണ് സുബിൻ. വിഴിഞ്ഞം കേന്ദ്രീകരിച്ചാണ് സുബിന്റെ കമ്പനിയായ കിയാൻ ഇന്റർനാഷണൽ ലോജിസ്റ്റിക്സ് നിക്ഷേപം നടത്തുക. US-ൽ നിന്നുള്ള നിക്ഷേപകൻ, അദ്ദേഹം മലയാളിയാണ്, സുബിൻ കുമാരൻ, അദ്ദേഹം ചേരുന്നു. നമ്മൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഷിപ്പിംഗ് ഇൻഡസ്ട്രിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു വരുന്നു. നമ്മൾ ഏറ്റവും കൂടുതൽ ആളുകൾ വർക്ക് ചെയ്യുന്ന ഒരു മേഖലയാണ് ഈ ലോജിസ്റ്റിക്സ്. അതിന്റെ ഒരു സാധ്യതകൾ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. പൊതുവിൽ കേരളത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരുപാട് വിഷയങ്ങൾ പറയുന്നത്, ലേബർ വിഷയങ്ങൾ പറയാറുണ്ട്, സമരങ്ങൾ വരാറുണ്ട്, അങ്ങനെ പല അന്തരീക്ഷം, പ്രത്യേകിച്ച് ചുവപ്പ് നാട എന്നെല്ലാം തന്നെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു അന്തരീക്ഷത്തിൽ കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അങ്ങനെ ഒരു ഭയം തോന്നുന്നുണ്ട്. എന്താണ് ഞാൻ എൻ്റെ കൂടെ ഹ്യൂസ്റ്റണിൽ നിന്ന് ഞങ്ങളൊരു ടീം തന്നെയാണ് ഇവിടെ എല്ലാ ഓയിൽ ഫീൽഡിൽ ഇൻഡസ്ട്രിയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നവരാ. ഇവര് ഈ ഒരു ബിസിനസ് മീറ്റ്, ഇങ്ങനെയുള്ള ബിസിനസ് മീറ്റ് വന്നപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇതിനകത്ത് റിക്വസ്റ്റ് ചെയ്തു. നമ്മൾ ഇതുവരെ അങ്ങനെ ഒരു പ്രോബ്ലം നമ്മൾ മുന്നിൽ കണ്ടിട്ടില്ല. നമ്മൾ ആവശ്യമുള്ള പ്രൊഫഷണൽസിന് കിട്ടുന്ന ഒരു സ്ഥലം ഇതാണ്. ഇപ്പോൾ IT മേഖലയിലായാലും നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളെ നമുക്ക് എപ്പോഴും നല്ലൊരു കമ്പനിക്ക് റൺ ചെയ്യാൻ നല്ല വർക്കേഴ്സ് അല്ല കൊളീഗ്സ് വേണം. അതിനുള്ള ബെസ്റ്റ് സ്ഥലം നമ്മുടെ കേരളമാണ്. ആയാലും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ വലിയ പ്രതീക്ഷയും എല്ലാം തന്നെയാണ്. കാരണം ആത്മവിശ്വാസത്തോടെ കടന്നു വരാം കേരളത്തിലേക്ക് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്യുന്നു. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ ധനേഷൊപ്പം ഡാനി പോൾ, ന്യൂസ് 18. 100 ടണ്ണിന് താഴെയുള്ള ബോട്ടുകളുടെ നിർമ്മാണ യൂണിറ്റ് തുടങ്ങുമെന്നാണ് ടാറ്റ ഗ്രൂപ്പിന്റെ പ്രഖ്യാപനം. കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിൽ മലബാർ സിമന്റ്സ് വാടകയ്ക്കെടുത്ത സ്ഥലത്തായിരിക്കും യൂണിറ്റെന്നും ടാറ്റ പ്രതിനിധികൾ അറിയിച്ചു. സിൽവർ ലൈൻ കേന്ദ്ര സർക്കാരിന് നടപ്പാക്കേണ്ടി വരുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റേത് പോസിറ്റീവായ സമീപനമാണ്. അതിവേഗ പാതകൾക്കായി രാഷ്ട്രീയത്തിനതീതമായി നിലകൊള്ളണമെന്നും ധനമന്ത്രി ആവശ്യപ്പെട്ടു. മൈസൂർ, ബാംഗ്ലൂർ, ചെന്നൈ അതിവേഗ റെയിൽപാത ഉടൻ തന്നെ ആരംഭിക്കും എന്ന് പറഞ്ഞാൽ 1.5 മണിക്കൂറോ 2 മണിക്കൂറോ കൊണ്ട് മൈസൂരിൽ നിന്ന് ബാംഗ്ലൂർ വഴി ചെന്നൈക്ക് എത്താൻ പറ്റും. യാത്രാ സൗകര്യം വളരെ പ്രധാനമാണ്. കേരളത്തിൽ വന്ദേ ഭാരതിലാണല്ലോ നിങ്ങളൊക്കെ ഇപ്പോൾ പോകുന്നത്. ഒരു പോസിറ്റീവായ സമീപനമാണ് ഇന്നലെ കേന്ദ്രമന്ത്രി പറഞ്ഞത്. കാരണം ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളെയും ബന്ധിപ്പിക്കുന്ന തരത്തിലേക്കുള്ള അതിവേഗ ട്രെയിനുകൾ ആവശ്യമാണെന്നുള്ള തിരിച്ചറിവിലേക്ക് രാഷ്ട്രീയത്തിന് അതീതമായി അത്തരം കാര്യങ്ങൾ തുറന്നു പറയാൻ പ്രതിപക്ഷവും ഭരണപക്ഷവും എല്ലാം തയ്യാറാവണം. അത് നമുക്കും നമ്മുടെ ഭാവി തലമുറയ്ക്കും ബെനിഫിറ്റ് ചെയ്യുന്ന കാര്യമാണ്. നമുക്ക് വേണ്ടി മാത്രമല്ല നമ്മൾ ഈ പ്രവർത്തിക്കുന്നത്. നമ്മുടെ പൂർവികർ പ്രവർത്തിച്ചുകൊണ്ടാണ് നമ്മളിപ്പോൾ എറണാകുളത്ത് നിന്നിട്ട് ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. ഈ സൗകര്യങ്ങളെപ്പറ്റി നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ 10, 50, 100 വർഷം കഴിഞ്ഞുള്ള കേരളത്തെപ്പറ്റി കൂടി കാഴ്ചപ്പാട് കൊണ്ടുകൊണ്ടാണ്. അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് ഗവൺമെൻറ്റുകളുടെ, ചുമതല വഹിക്കുന്ന ബ്യൂറോക്രാറ്റുകളുടെ, പത്രപ്രവർത്തകരുടെ ഉൾപ്പെടെ കടമയാണ്. ആഗോള നിക്ഷേപ സംഗമം കേരളത്തിന്റെ ഭാവിയാണെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. വ്യത്യസ്ത അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. എങ്കിലും കേരളം ഒന്നിച്ചു നിൽക്കുന്നുവെന്നാണ് ആഗോള നിക്ഷേപ സംഗമത്തിന്റെ പ്രത്യേകതയെന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. കേരളത്തിന്റെ മുൻകാല ചരിത്രങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു നില ഈ ആഗോള സംഗമത്തിൽ പ്രകടമായിട്ടുണ്ട്. കേരളത്തിന്റെ ഭാവിയെ കണക്കാക്കി, കേരളത്തിന്റെ ഭാവി എന്ന് പറയുന്നത് ജനങ്ങളുടെ സംരക്ഷണമാണ്. കേരളത്തിലെ ജനങ്ങളുടെ സംരക്ഷണമാണ്. അവർക്ക് പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടാവണം. നിലവിലുള്ള തൊഴിലാളികളുടെ കൂലിയും ജോലിയും സംരക്ഷിക്കപ്പെടണം. ഇതിനൊക്കെ സഹായകരമായ നിലയിലാണ് കേരള ഗവൺമെന്റ് വിവിധ പദ്ധതികളുമായി മുന്നോട്ട് പോകുന്നത്. കേരളത്തിലെ വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ P രാജീവിന്റെ നേതൃത്വത്തിൽ വർഷങ്ങളായി നടന്നു വന്ന ഒരു ഹോംവർക്കിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ആഗോള സംഗമത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത്. നിക്ഷേപകരെ തേടുക മാത്രമല്ല, കേരളത്തിന്റെ തനത് ഉൽപ്പന്നങ്ങളുടെ ബ്രാൻഡിംഗ് കൂടിയായി മാറുകയാണ് ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റ്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ മുതൽ സ്റ്റാർട്ടപ്പുകൾ വരെയുള്ള ഉൽപ്പന്നങ്ങൾ ഇവിടെ പ്രദർശനത്തിനായി വെച്ചിട്ടുണ്ട്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയവർക്ക് കേരളത്തിന്റെ ഉൽപ്പന്നങ്ങൾ പരിചയപ്പെടുത്തുകയാണ് ഇൻവെസ്റ്റ്മെന്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിലെ എക്സിബിഷൻ സെന്റർ. നൂതന ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന സ്റ്റാർട്ടപ്പുകൾ മാത്രമല്ല, പരമ്പരാഗത കേരള വ്യവസായത്തിനും ഇവിടെ ഇടമുണ്ട്. ഇതോടെ നിക്ഷേപത്തിന് മാത്രമല്ല, വ്യാപാര വാണിജ്യ സാധ്യതകളുടെ കൂടി വേദിയായി മാറി എക്സിബിഷൻ സെന്റർ. കേരളം അന്താരാഷ്ട്ര വിപണിയിലേക്ക് എത്തിക്കുന്ന കേരള കാഷ്യൂ, കൈത്തറി, കരകൗശല ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്ക് ആവശ്യക്കാർ ഏറെയാണ്. വലിയ വാണിജ്യ കരാറുകൾക്ക് അവസരമായി ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിലെ എക്സിബിഷൻ സെന്റർ മാറുമെന്നാണ് പ്രതീക്ഷ. കുറേ ഇൻവെസ്റ്റേഴ്സിനൊക്കെ നമുക്ക് ബന്ധപ്പെടാനും ഞങ്ങളുടെ പ്രോഡക്റ്റ് ഒന്ന് അവരെ ഹൈലൈറ്റ് ചെയ്യാനും പറ്റിയിട്ടുണ്ട്. ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു പ്രൊജക്റ്റായിട്ടാണ് ഞങ്ങളതിനെ കാണുന്നത്. ഡെഫിനറ്റായിട്ടും സർക്കാർ സംവിധാനങ്ങളിൽ ഇപ്പം ഇങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ വരുമ്പോഴത്തേന് കുറച്ച് ഒത്തിരിയും പ്രോഡക്റ്റുകളും ഞങ്ങളുടെ കാഷ്യൂ കോർപ്പറേഷനെ പോലുള്ള സ്ഥാപനങ്ങൾക്ക്
ഒത്തിരിയും പ്രോഡക്റ്റുകളൊക്കെ ഇങ്ങനെ ഞങ്ങൾക്ക് ഒത്തിരിയും ധാരാളം പ്രോഡക്റ്റ് ഉണ്ട്. 10-18 പ്രോഡക്റ്റ് ഞങ്ങൾക്ക് ഓൾറെഡി ഉണ്ട്. അപ്പോൾ അതെല്ലാം ഞങ്ങൾക്ക് കസ്റ്റമേഴ്സിനെ കാണിക്കാനായിട്ടുള്ളൊരു അവസരമാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. മികച്ച സ്റ്റാർട്ടപ്പ് ഉൽപ്പന്നങ്ങൾ തേടിയും നിക്ഷേപകർ എക്സിബിഷൻ സെന്ററിലേക്ക് എത്തുന്നു. 100-ലധികം സ്റ്റാളുകളാണ് എക്സിബിഷൻ സെന്ററിൽ പ്രവർത്തിക്കുന്നത്. ന്യൂസ് 18 കൊച്ചി. ആശാ വർക്കർമാരുടെ സമരത്തിന് പിന്തുണയേറുകയാണ്. 13ാം ദിവസമായതോടെ സമരപ്പന്തൽ കൂടുതൽ സജീവമായി. സമരത്തിൽ പങ്കെടുക്കുന്ന ആശമാർക്കെതിരെ സർക്കാർ പ്രതികാര നടപടികൾ തുടങ്ങിയതായും ആരോപണമുണ്ട്. സമരം കോൺഗ്രസ് ഏറ്റെടുത്തുവെന്ന പ്രചാരണങ്ങൾ സമരക്കാർ തള്ളിക്കളഞ്ഞു. സമൂഹത്തിന് വേണ്ടി നടത്തുന്ന സേവനം പിരിഞ്ഞു പോകുന്ന പെൻഷൻ ഇല്ല എന്ന് പറയുന്ന ഈ പരിപാടി നടക്കും. അവരുടെ കുടുംബങ്ങൾക്കകത്തുമുള്ള ഒരു പ്രാധാന്യമല്ല നമ്മൾ മനസ്സിലാക്കണം. ഇത് കൊടും ചൂടിനെ തോൽപ്പിച്ച് തിളച്ചുമറയുകയാണ് ആശമാരുടെ സമരത്തിന്റെ ചൂട്. ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ലെന്ന ആത്മവിശ്വാസം കരുത്താക്കിയാണ് സമരം മുന്നോട്ട് പോകുന്നത്. സർക്കാരിനെ ഞങ്ങൾക്ക് പേടിയില്ല, പിന്നെയാണ് ലിസ്റ്റിന്റെ പേടി ഇല്ല. അത്രയും ടെററായ ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഞങ്ങൾ ഉയർന്നു വന്നതാണ്. അവരോട് പറ്റി തെളിഞ്ഞവരാണ്. അതുകൊണ്ട് സർക്കാരിന് ഞങ്ങൾക്ക് പേടിയില്ല. വിജയിച്ചിട്ടേ ഞങ്ങൾ പോകത്തുള്ളൂ. ഇനിയും ഈ 7000 രൂപയ്ക്ക് ജോലി ചെയ്യാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. 18 വർഷം ജോലി ചെയ്തു മതി. ഇനി അങ്ങോട്ടുള്ള ജോലി തുടരണമെങ്കിൽ ശമ്പളം കൂട്ടി തന്നേ പറ്റൂ. ഓരോ ദിവസവും സമരത്തിന് പിന്തുണയേറുന്നുണ്ട്. മുഖ്യധാര രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ മുതൽ സാധാരണക്കാർ വരെ ഐക്യദാർഢ്യവുമായി എത്തുന്നു, സഹായങ്ങൾ നൽകുന്നു. ന്യായമായ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി അവരെ വിളിച്ച് ചർച്ച ചെയ്യണം. ഓണറേറിയം വർദ്ധിപ്പിക്കണം, അതുപോലെ വിരമിക്കൽ ആനുകൂല്യം കൊടുക്കണം. ഇതൊക്കെ ന്യായമല്ലേ? 232 രൂപ ഒരു ദിവസം കൊടുത്താൽ ആർക്കാ ജീവിക്കാൻ കഴിയുന്നത്? പിന്തുണയ്ക്ക് നന്ദിയുണ്ടെന്നും എന്നാൽ സമരം ഏറ്റെടുക്കാൻ ആരും വരേണ്ട എന്നുമാണ് രാഷ്ട്രീയക്കാരോട് ആശമാർക്ക് പറയാനുള്ളത്. നമ്മുടെ സമരത്തിന്റെ ന്യായയുക്തതയും അത് നേടിയെടുക്കേണ്ടുന്ന ആവശ്യകതയും ബോധ്യപ്പെട്ട നിരവധി സംഘടനകൾ നമ്മളെ പിന്തുണയ്ക്കാൻ വരുന്നുണ്ട്. ആ പിന്തുണയെല്ലാം ഞങ്ങൾ ഹൃദയപൂർവ്വം സ്വീകരിക്കുകയാണ്. കാരണം പിന്തുണയില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഞങ്ങളുടെ സമരം അവസാനിക്കണമെങ്കിൽ ഞങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങൾ അവര് ഞങ്ങൾക്ക് തന്നേ പറ്റൂ. മഹാസംഗമത്തിനെത്തിയ ആശമാരുടെ പട്ടിക സർക്കാർ ശേഖരിക്കുന്നുവെന്നും പിരിച്ചുവിടുമെന്ന് ഭീഷണിപ്പെടുത്തുന്നതായും പരാതിയുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. മന്ത്രി വീണ ജോർജിന്റെ തിരുവനന്തപുരത്തെ ഔദ്യോഗിക വസതിയിൽ നിന്ന് ആട്ടിപ്പായിച്ചെന്ന് ആശാ വർക്കർമാർ. ഔദ്യോഗിക വസതിയിൽ നിന്ന് ഇറക്കിവിട്ടത് ആരാണെന്ന് മന്ത്രി പറയട്ടെ എന്ന് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എസ് ബിനി ആവശ്യപ്പെട്ടു. പത്തനംതിട്ടയിലെ വീട്ടിലാണ് ഭർത്താവ് ഉള്ളതെന്നും അവിടെ ആരെങ്കിലും വന്നതായി പരിശോധിക്കാമെന്നുമായിരുന്നു മന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഞങ്ങൾ താമസിക്കുന്ന വീടുണ്ട് പത്തനംതിട്ടയിൽ അങ്ങാടിക്കല്. അവിടെയാണ് അദ്ദേഹം ഉണ്ടാകാറുള്ളത്. അവിടെ ആരും വന്നതായിട്ട് എനിക്കറിയില്ല. അവിടെ ആരും വന്നിട്ടില്ല. നമുക്ക് അവിടെ CCTV ഉൾപ്പെടെയുള്ളവയുണ്ട്. ഇനി അവിടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കാം. ഹസ്ബൻഡിന്റെ കാര്യം പറഞ്ഞു കേട്ടോ. അദ്ദേഹം അവിടെയാണ് ഉള്ളത്. അവിടുത്തെ CCTV നമുക്ക് നോക്കാം. അവിടെ ആരും വന്നിട്ടില്ല. എന്നാൽ പത്തനംതിട്ടയിലല്ല, തിരുവനന്തപുരത്തെ ഔദ്യോഗിക വസതിയിൽ പോയിരുന്നെന്ന തീയതിയും സമയവുമടക്കം വിശദമാക്കി ആവർത്തിക്കുകയാണ് ആശാ വർക്കർമാരുടെ സംഘടനാ നേതാവ് എസ് മിനി. സമരം തുടങ്ങി 2ാം ദിവസം രാവിലെ 6:30 മണിക്ക് ഈ കമ്മീഷൻ ഓഫീസിന്റെ തൊട്ടടുത്തുള്ള തൈക്കാട്ട് ഹൌസിൽ മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ, അതായത് ജനങ്ങളുടെ നികുതി പണം കൊണ്ട് മന്ത്രി താമസിക്കുന്ന വസതിയിൽ ഞങ്ങൾ മന്ത്രിയെ കാണാൻ ചെന്നു. വീടിന്റെ 2ാം നിലയിൽ നിന്ന് ജനൽ തുറന്നിട്ട ഒരാൾ ഇവിടെയൊന്നും ആരെയും കാണാൻ പറ്റില്ല, ഞങ്ങൾ ഇവിടെ ആരെയും കാണില്ല, വീട്ടിലാരെയും കാണില്ല, നിങ്ങൾക്ക് മന്ത്രിയുടെ ഓഫീസിൽ പോകാം എന്ന് പറഞ്ഞ് സത്യത്തിൽ ഒരുതരം ആട്ടിപ്പായിക്കലാണ് ചെയ്തത്. ആശാ വർക്കർമാർക്ക് വേണ്ടി രാഷ്ട്രീയ നേതാക്കൾ ചർച്ചയ്ക്ക് വരുന്നെന്ന വിമർശനത്തിന് മറുപടി ഇങ്ങനെ. ഇനി ലീഡർ ആശാ വർക്കറാണോ അല്ലേന്ന് ചോദിക്കുന്നു. ഈ ആരോഗ്യമന്ത്രി ആരോഗ്യ മേഖലയിലുള്ള ആളാണോ? അങ്ങനെയാണോ അതിന്റെ മാനദണ്ഡം? അങ്ങനെയാണെങ്കിൽ മന്ത്രി പറയട്ടെ, ഞാൻ ആരോഗ്യ വകുപ്പ് വിഭാഗത്തിൽ വിദ്യാഭ്യാസം കഴിഞ്ഞ് ജോലി ചെയ്യുന്ന ഒരാളാണ്. അവരെങ്ങനെയാണ് പറയുന്നത് ഞാൻ ആരാണെന്ന്? അപ്പോ അങ്ങനെയാണെങ്കിൽ അതാണ് യോഗ്യതയെങ്കിൽ, മാനദണ്ഡമെങ്കിൽ തീർച്ചയായിട്ടും ആരോഗ്യമന്ത്രി ആ രംഗത്തുള്ളായിരിക്കണം, വിദ്യാഭ്യാസ മന്ത്രി ആ രംഗത്തുനിന്നായിരിക്കണം, ഗതാഗത മന്ത്രി ആ രംഗത്തുള്ളായിരിക്കണം. ഇതൊന്നും അല്ലല്ലോ നമ്മുടെ കേരളത്തിന്റെ വിഷയം എന്ന് പറയുന്നത്. ആട്ടിയിറക്കിയെന്ന് ആശാവർക്കർമാരും ആരും വന്നിട്ടില്ലെന്ന് മന്ത്രിയും വിശദീകരിക്കുമ്പോൾ ആരാണ് കള്ളം പറയുന്നതെന്ന ചോദ്യം ബാക്കി. ന്യൂസ് 18 തിരുവനന്തപുരം. ആശാ വർക്കർമാരുടെ സമരം ഒത്തുതീർപ്പാക്കണമെന്ന് CPI നേതാവ് C. ദിവാകരൻ. സമരത്തോട് സർക്കാർ മുഖം തിരിച്ചു നിൽക്കുമ്പോഴാണ് മുഖ്യമന്ത്രി ഇടപെട്ടാൽ 5 മിനിറ്റ് കൊണ്ട് സമരം തീരുമെന്ന നിലപാടുമായി CPIയുടെ മുതിർന്ന നേതാവ് രംഗത്തെത്തിയത്. വളരെ വേഗം അതിലിടപെട്ട് ഒത്തുതീർപ്പിലെത്തിക്കണമെന്ന് ഒരു മുതിർന്ന കമ്മ്യൂണിസ്റ്റ് എന്നുള്ള നിലയിൽ
പിണറായി വിജയനോട് ഞാൻ ആവശ്യപ്പെടുകയാണ്. നമ്മുടെ ഗവൺമെന്റിന് ഒരു ചെറിയ വിമർശനം പോലും ഉണ്ടാകാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. എന്നാൽ ഈ സമരം ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നതും ആ സ്ത്രീകളോട്, പ്രത്യേകിച്ച് അവർ വനിതകളാണ്, അവരോട് ഒരു പ്രത്യേക താല്പര്യം കാണിക്കേണ്ടതാണ് ഇടതുപക്ഷ ഗവൺമെന്റ്. ആ അനുഭാവം പ്രകടിപ്പിച്ച് കാണുന്നില്ല. വരും ദിവസങ്ങളിലെങ്കിലും അവരുടെ സമരം ന്യായമായിട്ടുള്ള അവരുടെ അവകാശങ്ങൾ പരിശോധിച്ച് മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ടാൽ 5 മിനിറ്റ് കൊണ്ട് ഈ സമരം തീരും. അതിന് അദ്ദേഹം സന്നദ്ധനാവണം ആണ് അതിനെക്കുറിച്ചുള്ളത്. PSCയെ പറ്റി ഞാനൊന്നും പറയുന്നില്ല. ഈ പബ്ലിക് സർവീസ് ശമ്പളം വൈകുന്നതിനെതിരെ സമരം ചെയ്ത ജീവനക്കാർക്കെതിരെ പ്രതികാര നടപടിയുമായി KSRTC. പണിമുടക്കിൽ പങ്കെടുത്ത ജീവനക്കാരുടെ ശമ്പള ബിൽ വൈകി എഴുതിയാൽ മതിയെന്നാണ് നിർദ്ദേശം. റെഗുലർ ശമ്പള ബില്ലിന്റെ കൂടെ എഴുതരുതെന്ന് മാനേജ്മെന്റ് ഉത്തരവിറക്കിയിട്ടുണ്ട്. നടപടിക്കെതിരെ TDF രംഗത്തെത്തി. ശമ്പള വിതരണം തുടർച്ചയായി വൈകുന്നതിൽ പ്രതിഷേധിച്ച് കഴിഞ്ഞ 4-ാം തീയതിയാണ് KSRTC ജീവനക്കാരുടെ സംഘടനയായ TDF പണിമുടക്കിയത്. ഈ സമരത്തിൽ പങ്കെടുത്തവർക്കെതിരെയാണ് മാനേജ്മെന്റിന്റെ വിചിത്ര നടപടി. പണിമുടക്കിന്റെ ഭാഗമായ ജീവനക്കാരുടെ ശമ്പള ബിൽ വൈകി എഴുതിയാൽ മതിയെന്നും റെഗുലർ ശമ്പള ബില്ലിന്റെ കൂടെ എഴുതരുതെന്നുമാണ് മാനേജ്മെന്റ് ഇറക്കിയ ഉത്തരവിലെ പരാമർശം. സമരത്തിൽ പങ്കെടുത്ത ജീവനക്കാരുടെ ശമ്പള ബില്ലുകൾ പ്രത്യേകമായി സ്പാർക്ക് സോഫ്റ്റ്വെയറിൽ അപ്ലോഡ് ചെയ്യണമെന്നാണ് KSRTC മാനേജ്മെന്റിന്റെ നിർദ്ദേശം. സമരത്തെ നേരിടാൻ സർക്കാർ നേരത്തെ ഡയസ്റ്റോൺ പ്രഖ്യാപിച്ചിരുന്നു. ഇതിനു പുറമെയാണ് 1 മാസത്തെ ശമ്പളം തന്നെ വൈകിപ്പിക്കാനുള്ള നീക്കവും സർക്കുലറിലൂടെ KSRTC നടത്തുന്നതെന്നാണ് ഉയരുന്ന ആരോപണം. ഇത്തരത്തിലുള്ള പ്രതികാര നടപടി കൊണ്ടൊന്നും ഇത് അവസാനിക്കാൻ പോകുന്നില്ല. കാരണം സമരം ചെയ്യാനും കേരളത്തിലെ തൊഴിലാളികളെ സംഘടിപ്പിച്ച് എല്ലാ മേഖലകളിലും സമരം ഉയർത്തിക്കൊണ്ടുവന്ന് സമരോത്സുകത വളർത്തിയെടുത്ത് ഡ്യൂട്ടി ആൻഡ് റെസ്പോൺസിബിലിറ്റിയെ കുറിച്ച് പറയാതെ റൈറ്റ്സിനെ കുറിച്ച്, അവകാശങ്ങളെ കുറിച്ച് പറഞ്ഞു വളർത്തിയെടുത്ത ഒരു തൊഴിലാളി സമൂഹത്തിന്റെ നേതാക്കന്മാർ ഗവൺമെന്റിലിരിക്കുമ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല, ഒരിക്കലും ഉണ്ടാകരുതായിരുന്നു. വ്യാപകരമായ പ്രവർത്തനങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും ആ തൊഴിലാളികളുടെ തലയിൽ ഇതിന്റെ ലാഭവും നഷ്ടവും കെട്ടിവെക്കാനും അതിനുണ്ടായിട്ടുള്ള മിസ്മാനേജ്മെന്റ് ഉത്തരവാദിത്വം തൊഴിലാളികൾ ഏറ്റെടുക്കണമെന്ന് പറയാനും അതിന് വർഷങ്ങളായി ഉണ്ടായിട്ടുള്ള നഷ്ടങ്ങളെല്ലാം തൊഴിലാളികളുടെ കുറ്റം കൊണ്ടാണെന്ന് വരുത്താനും ഒക്കെയുള്ള ഒരു നീക്കം ഒരിക്കലും ഒരു ഇടതുപക്ഷ ഗവൺമെന്റ് കാലത്ത് ഉണ്ടാകാൻ പാടില്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. KSRTC ജീവനക്കാർ നടത്തിയ പണിമുടക്കിനെതിരെ ശമ്പളം നൽകാതെ പ്രതികാരം ചെയ്യാനുള്ള നീക്കമാണ് സർക്കാർ നടത്തുന്നതെന്നാണ് TDF ഉയർത്തുന്ന ആരോപണം. വിവാദ തീരുമാനം റദ്ദാക്കണമെന്നും ഉത്തരവ് പിൻവലിച്ചില്ലെങ്കിൽ ശക്തമായ സമരം തുടങ്ങുമെന്നുമാണ് TDFന്റെ മുന്നറിയിപ്പ്. അതേസമയം മറ്റ് തൊഴിലാളി സംഘടനകൾ വിവാദ ഉത്തരവിന്റെ കാര്യത്തിൽ മൗനം തുടരുകയാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. AI സാങ്കേതിക വിദ്യ ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കണമെന്ന് CPM നേതാവ് EP ജയരാജൻ. നിർമ്മിത ബുദ്ധിയെ ജനതാൽപര്യം സംരക്ഷിക്കാൻ ഉപയോഗിക്കണമെന്ന് EP ജയരാജൻ ആവശ്യപ്പെട്ടു. മനുഷ്യരിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റം ബുദ്ധിപരമായ വളർച്ചയും വികാസവുമാണ്. അതിവേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന മനുഷ്യന്റെ ബുദ്ധിപരമായ വളർച്ചയിൽ മനുഷ്യർ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന അതിൻ്റെ മനുഷ്യന്റെ കഴിവാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അതിനെ ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടി ഈ AI കാലഘട്ടത്തിൽ ശാസ്ത്രങ്ങളെ ഉപയോഗപ്പെടുത്തേണ്ടത് ഇവിടെ ജനങ്ങളുടെ താല്പര്യ സംരക്ഷണത്തിനാണ്. തൊഴിലാളി വർഗ പ്രസ്ഥാനങ്ങൾ, ഇടതുപക്ഷം ശാസ്ത്രത്തിൻ്റെ വളർച്ചയെ ജനനന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക, ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക, അതിനു വേണ്ടിയിട്ടുള്ള കടുത്ത ശ്രമങ്ങളിലാണ് ഇപ്പോൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൽ വലിയ മാറ്റങ്ങൾ. ചാനൽ ചർച്ചയിലെ മതവിദ്വേഷ പരാമർശ കേസിൽ PC ജോർജ് ഇന്ന് പോലീസിന് മുൻപാകെ ഹാജരാകില്ല. ആരോഗ്യ പ്രശ്നമുണ്ടെന്നും തിങ്കളാഴ്ച മാത്രമേ ഹാജരാകാൻ കഴിയൂവെന്നും അറിയിച്ച് പോലീസിന് കത്ത് നൽകും. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ഹാജരാകാനായിരുന്നു പോലീസ് നിർദ്ദേശം നൽകിയിരുന്നത്. സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകുന്നതും PC ജോർജിന്റെ പരിഗണനയിലുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി G ശ്രീജിത്ത് ചേരുകയാണ്. ശ്രീജിത്ത്, എന്തായാലും PC ജോർജിനെ അറസ്റ്റ് ചെയ്യുവാനുള്ള നീക്കമായിരുന്നുവല്ലോ പോലീസ് നടത്തിയത്. ഇപ്പോൾ PC ജോർജ് ഒളിവിലാണോ?
തീർച്ചയായും പി സി ജോർജ് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന ഒളിവിലാണ് എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയുന്ന സാഹചര്യമാണ് ഉള്ളത്. എന്തായാലും ഒന്നുള്ളത്, പി സി ജോർജ് തിങ്കളാഴ്ച ഹാജരാകും എന്ന് അറിയിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച തന്നെ അദ്ദേഹം ഹാജരാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം തന്നെ പോലീസ് അതിന് മുൻപ് അറസ്റ്റിനും തയ്യാറാകില്ല എന്ന് തന്നെ കൃത്യമായി പറയുന്നുണ്ട്. കാരണം ഇത് 7 വർഷത്തിൽ താഴെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റം മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിയമപ്രകാരം പി സി ജോർജ് നേരിട്ട് നോട്ടീസ് കൈപ്പറ്റേണ്ടതുണ്ട്. അങ്ങനെ നോട്ടീസ് കൈപ്പറ്റിയ ശേഷമാണ് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകേണ്ടത്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇന്നിവിടെ എത്തിയപ്പോൾ പി സി ജോർജ് വീട്ടിലുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നോട്ടീസ് കൈമാറാൻ പോലീസിന് കഴിഞ്ഞില്ല. ഷോൺ ജോർജ് നോട്ടീസ് ഏറ്റുവാങ്ങാമെന്ന് പറഞ്ഞിരുന്നതാണ്, പക്ഷെ പോലീസ് കൊടുത്തിട്ടില്ല. പോലീസ് ചൂണ്ടിക്കാണിക്കുക അത് പി സി ജോർജിന് തന്നെ കൊടുക്കണം എന്നുള്ളതാണ്. അങ്ങനെ നിയമപ്രകാരമുള്ള നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മാത്രമേ അറസ്റ്റിലേക്ക് പോവുകയുള്ളൂ എന്നുള്ളതാണ് പോലീസ് നൽകുന്നത്. അതായത് തിങ്കളാഴ്ച സ്വാഭാവികമായും പി സി ജോർജ് ഹാജരാകുന്നു. പി സി ജോർജിനെ അന്ന് തന്നെ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. തുടർന്ന് ഒരുപക്ഷെ പാലാ കോടതിയിലോ മറ്റോ ഹാജരാക്കാനുള്ള സാധ്യതയാണുള്ളത്. എന്തായാലും ഇന്നത്തെ അറസ്റ്റ് എന്നുള്ളത് അത് പോലീസും അത് ഫലത്തിൽ മാറ്റിവെക്കുന്ന രീതി തന്നെ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് പോലീസിൽ നിന്ന് തന്നെ അറിയാൻ സാധിക്കുന്നത്. പി സി ജോർജിനെ സംബന്ധിച്ച് ഒരു പ്രശ്നം കൂടിയുള്ളത്, നാളെ ഞായറാഴ്ചയാണ്. ഒരുപക്ഷെ നേരിട്ട് കോടതിയിൽ ഹാജരാക്കാനോ അവിടെ എന്തെങ്കിലും വാദം ഉന്നയിക്കാനോ ഒക്കെ കഴിയുന്ന സാഹചര്യം അല്ല ഉള്ളത്. അതായത് ഇന്ന് അറസ്റ്റ് ചെയ്താൽ അതുകൊണ്ട് തന്നെ അതുകൂടി പരിഗണിച്ചാണ് തിങ്കളാഴ്ചത്തേക്ക് കാര്യങ്ങൾ പോകുന്നത്. സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള സാധ്യത കുറവാണ് എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരം. അതുകൊണ്ട് തന്നെയാണ് അവർ തിങ്കളാഴ്ച ഹാജരാകാം എന്ന് അറിയിക്കുകയും ചെയ്യുന്നത്. കാരണം ഹൈക്കോടതിയിൽ നിന്നുണ്ടായ തിരിച്ചടിയും അതിന്റെ വിധിയും എല്ലാം വളരെ ഗുരുതരമാണ്. 2 തവണ ജാമ്യ വ്യവസ്ഥ ലംഘിച്ച ഒരു സാഹചര്യം കൂടി ജോർജിനെ സംബന്ധിച്ചുണ്ട്. അതുകൊണ്ടാണ് നേരിട്ട് ഹാജരായി നിയമപരമായ നടപടിക്രമങ്ങൾക്ക് വിധേയമാകാം എന്ന തീരുമാനത്തിലേക്ക് ജോർജ് എത്തുന്നത്. ചോദ്യപേപ്പർ ചോർച്ച കേസിൽ MS സൊല്യൂഷൻസ് CEO ഷുഹൈബിനെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യുകയാണ്. കേസ് രജിസ്റ്റർ ചെയ്ത് 2 മാസത്തിന് ശേഷമാണ് ഷുഹൈബ് അന്വേഷണ സംഘത്തിന് മുൻപാകെ ഹാജരായത്. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഷുഹൈബ് ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ഹാജരായത്. അന്വേഷണവുമായി സഹകരിക്കുമെന്ന് ഷുഹൈബ് പറഞ്ഞു. ഷുഹൈബിനെ വിശദമായി ചോദ്യം ചെയ്യുമെന്നും ഹൈക്കോടതിയുടെ നിർദ്ദേശമുള്ളതിനാൽ അറസ്റ്റ് ചെയ്യില്ലെന്നും ക്രൈംബ്രാഞ്ച് SP മൊയ്തീൻ കുട്ടി പ്രതികരിച്ചു. മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിച്ചപ്പോൾ ചോദ്യം ചെയ്യാൻ അവസരം വേണമെന്ന് അയാളുടെ അഡ്വക്കേറ്റ് വാദിച്ചപ്പോൾ അതിനൊരു അവസരം കൊടുക്കാൻ കോടതി പറഞ്ഞു. ചോദ്യം ചെയ്തതിനു ശേഷം മാത്രം ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. ചോദ്യം ചെയ്യലിന് ശേഷം കോടതിയിൽ ക്രൈംബ്രാഞ്ച് 25-ന് റിപ്പോർട്ട് നൽകും. ഷുഹൈബിന് നിർദ്ദേശപ്രകാരമാണ് ചോദ്യപേപ്പറുകൾ തയ്യാറാക്കിയതെന്ന് നേരത്തെ അറസ്റ്റിലായ അധ്യാപകർ മൊഴി നൽകിയിരുന്നു. ചോദ്യപേപ്പർ യൂട്യൂബിൽ അവതരിപ്പിച്ച 2 അധ്യാപകരും റിമാൻഡിലാണ്. ന്യൂസ് 18 കോഴിക്കോട്. UDF പ്രവേശനത്തിന് മുൻപ് കരുത്ത് കാണിക്കാൻ തൃണമൂൽ കോൺഗ്രസിന്റെ ദേശീയ നേതാക്കളെ രംഗത്തിറക്കി PV അൻവർ. കേരളത്തിലെത്തിയ ഡെറിക് ഒബ്രിയാനും മഹുവ മൊയ്ത്രയും പാണക്കാടെത്തി സാദിഖ് അലി ശിഹാബ് തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി. LDF-നെതിരായ പോരാട്ടത്തിൽ തൃണമൂൽ കോൺഗ്രസ് ദേശീയ നേതാക്കളുടെ സാന്നിധ്യം കരുത്താകുമെന്ന സന്ദേശം നൽകാനാണ് PV അൻവറിന്റെ ശ്രമം. അങ്ങനെ കരുത്തറിയിച്ച് UDF പ്രവേശനം എളുപ്പമാക്കാമെന്നും അൻവർ കണക്കുകൂട്ടുന്നു. ഇതിന്റെ ആദ്യപടിയായാണ് ഡെറിക് ഒബ്രിയാനെയും മഹുവ മൊയ്ത്രയെയും കേരളത്തിൽ കൊണ്ടുവന്നത്. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെയായിരുന്നു നേതാക്കൾ ആദ്യം സന്ദർശിച്ചത്. PV അൻവറും കൂടെയുണ്ടായിരുന്നു. എല്ലാം വിശദമായി പിന്നീട് പറയാമെന്നായിരുന്നു ഡെറിക് ഒബ്രിയാന്റെ പ്രതികരണം. My colleague Mahua Moitro and I are here. We played a courtesy visit here. We will have a press conference sometime later. For the moment. പാണക്കാട് കുടുംബത്തിനെ കുറിച്ച് അറിയുന്നതുകൊണ്ട് ആദ്യം തന്നെ അതൊരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആണ്, നമുക്ക് അവിടെ പോകണമെന്ന് അവരാവശ്യപ്പെട്ടതാണ്. ആ രീതിയിൽ വന്നു. ദേശീയ രാഷ്ട്രീയത്തെക്കുറിച്ച് ഇന്നത്തെ അവസ്ഥയെക്കുറിച്ചുള്ള ഒരു ജനറൽ ഡിസ്കഷൻ, ഒരു ഫ്രണ്ട്ലി ഡിസ്കഷൻ ഇത്രേ ഉണ്ടായിട്ടുള്ളൂ. തൃണമൂൽ കോൺഗ്രസ് നേതാക്കളുടേത് സൗഹൃദ സന്ദർശനമാണെന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. തൃണമൂൽ കോൺഗ്രസിന്റെ UDF പ്രവേശനം മുന്നണി ചർച്ച ചെയ്യുമെന്നും സാദിഖ് അലി ശിഹാബ് തങ്ങൾ. തൃണമൂൽ കോൺഗ്രസ് ഓൾറെഡി ഇന്ത്യ അലയൻസിന്റെ ഭാഗമാണല്ലോ, ആ നിലക്ക് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു മാറ്റം ഇപ്പോൾ ഇലക്ഷനൊക്കെ അടുക്കുമ്പോഴായിരിക്കുമല്ലോ ആ അലയൻസ് ഒന്ന് ശക്തിപ്പെടുക. സാമുദായിക നേതാക്കളെ കണ്ട് തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമായുള്ള തന്റെ രാഷ്ട്രീയ പോരാട്ടത്തിന് പിന്തുണ ഉറപ്പാക്കുകയാണ് PV അൻവർ. വനം വന്യജീവി പ്രശ്നങ്ങളടക്കം വരും ദിവസങ്ങളിൽ സജീവ ചർച്ചയായി ഉയർത്തിക്കൊണ്ടുവരുവാനും അൻവർ ശ്രമിക്കുന്നുണ്ട്. ന്യൂസ് 18 മലപ്പുറം. തലശ്ശേരി മണോളിക്കാവിൽ
പോലീസിനെ മർദ്ദിച്ച കേസിൽ 2 CPM പ്രവർത്തകർ അറസ്റ്റിലായി. കുട്ടിമാക്കൂൽ സ്വദേശി സഹദേവൻ, NC ലിനേഷ് എന്നിവരാണ് അറസ്റ്റിലായത്. ആക്രമണ ദൃശ്യങ്ങൾ നോക്കിയാണ് പോലീസ് പ്രതികളെ തിരിച്ചറിഞ്ഞത്. ഇന്നലെയുണ്ടായ ആക്രമണത്തിൽ തലശ്ശേരി SI ഉൾപ്പെടെ 4 പോലീസുകാർക്ക് പരിക്കേറ്റിരുന്നു. വയലളം മണോളിക്കാവ് ഉത്സവത്തിന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരെ ആക്രമിച്ച കേസിൽ ഇതുവരെ അറസ്റ്റ് ചെയ്യാനായത് 2 പേരെ. CPM പ്രവർത്തകരായ കുട്ടിമാക്കൂൽ പെരിങ്കളം നിലാവിൽ MC ലിനേഷ്, കുട്ടിമാക്കൂൽ കൃഷിക നിവാസിൽ സഹദേവൻ എന്നിവരാണ് അറസ്റ്റിലായത്. ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ പോലീസിനെ മർദ്ദിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തതിന് 7 CPM പ്രവർത്തകർക്കെതിരെ കേസെടുത്തിരുന്നു. കേരളം ഭരിക്കുന്നത് തങ്ങളാണെന്ന് പറഞ്ഞ് പോലീസുകാരെ ഭീഷണിപ്പെടുത്തിയെന്നാണ് FIR. കാവിൽ കളിക്കാൻ നിന്നാൽ ഒറ്റയെണ്ണം തലശ്ശേരി സ്റ്റേഷനിൽ കാണില്ലെന്നായിരുന്നു ഭീഷണി. കഴിഞ്ഞ ദിവസം കാവിലെ ഉത്സവത്തിനിടെ CPM BJP സംഘർഷമുണ്ടായിരുന്നു. ഈ സംഭവത്തിൽ പങ്കുള്ള CPM പ്രവർത്തകനെ കസ്റ്റഡിയിലെടുക്കാനാണ് പോലീസ് എത്തിയത്. ഇതിനിടെ മദ്യപിച്ച് ബഹളമുണ്ടാക്കിയ ഒരു CPM പ്രവർത്തകനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കസ്റ്റഡിയിലെടുത്ത ആളെ പോലീസ് കൊണ്ടുപോകുന്നത് തടഞ്ഞ പ്രവർത്തകർ കാവിന്റെ ഗേറ്റ് പൂട്ടിയിട്ട് പ്രവർത്തകനുമായി പോയി. 10ഓളം പോലീസുകാർ മാത്രമാണ് ഈ സമയം സ്ഥലത്തുണ്ടായിരുന്നത്. പോലീസ് കസ്റ്റഡിയിലെടുത്ത പ്രതികളെ രക്ഷപ്പെടുത്തിയതിന് അറസ്റ്റിലായ ലിനേഷിനെ തലശ്ശേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കണ്ണൂർ. കേരള സർവകലാശാല രജിസ്ട്രാർക്ക് പുനർനിയമനം. വൈസ് ചാൻസലറുടെ തീരുമാനം മറികടന്നാണ് രജിസ്ട്രാർ KS അനിൽകുമാറിനെ പുനർനിയമിക്കാൻ സിൻഡിക്കേറ്റ് യോഗം തീരുമാനിച്ചത്. സിൻഡിക്കേറ്റിൽ 22 പേരിൽ 20 പേർ നിർദ്ദേശത്തെ പിന്തുണച്ചു. 2 BJP അംഗങ്ങൾ എതിർത്തു. പ്രതിഷേധം കണക്കിലെടുത്ത് കനത്ത പോലീസ് സുരക്ഷയിലായിരുന്നു സിൻഡിക്കേറ്റ് യോഗം. കൊല്ലം കുണ്ടറ 6 മുറിക്കടയിൽ റെയിൽവേ ട്രാക്കിൽ അട്ടിമറി ശ്രമമെന്ന് സംശയം. ട്രാക്കിനു കുറുകെ 2 തവണ ടെലിഫോൺ പോസ്റ്റ് വെച്ചതായി കണ്ടെത്തി. പാലരുവി എക്സ്പ്രസ് കടന്നു പോകേണ്ട സമയത്താണ് ഈ സംഭവം. ഇതോടെ ട്രെയിൻ പാളം തെറ്റിക്കുന്നതിനാണോ ശ്രമമുണ്ടായതെന്ന സംശയം ബലപ്പെടുകയാണ്. റെയിൽവേ ട്രാക്കിൽ പോസ്റ്റ് വെച്ച് ട്രെയിൻ പാളം തെറ്റിക്കാൻ ശ്രമിച്ച സംഭവത്തിന്റെ നിർണായകമായ CCTV ദൃശ്യം ന്യൂസ് 18 കിട്ടി. ഇതാണ് ആ CCTV ദൃശ്യം. ട്രാക്കിന് സമീപത്തായി 2 യുവാക്കൾ എത്തുന്നത് കൃത്യമായിട്ടും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ആ ദൃശ്യത്തിൽ നിന്ന്. 2 തവണ ടെലിഫോൺ പോസ്റ്റ് വെച്ചതായാണ് കണ്ടെത്തിയത്. പാലരുവി എക്സ്പ്രസ് പോകുന്നതിന് തൊട്ടു മുൻപാണ് ഈ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടത്. ട്രെയിൻ പാളം തെറ്റിക്കുവാനുള്ള ശ്രമം നടത്തിയതായാണ് സംശയിക്കുന്നത്. കൊല്ലം ചെങ്കോട്ട പാതയിലാണ് ഈ സംഭവം ഉണ്ടായത്. തിരുവനന്തപുരം വെങ്ങാനൂരിൽ 14-കാരനെ മരിച്ച നിലയിൽ കണ്ടെത്തി. 9ാം ക്ലാസ് വിദ്യാർത്ഥി അലോഹനാഥനാണ് മരിച്ചത്. കഴുത്തിൽ മുറിവും ശരീരം നീലിച്ച നിലയിലുമായിരുന്നു. വിശദമായ പരിശോധനയ്ക്ക് ശേഷമേ മരണകാരണം വ്യക്തമാകൂവെന്ന് പോലീസ് പറഞ്ഞു. ഇന്ന് രാവിലെയാണ് അലോഹനാഥനെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പതിവായി ഉണരുന്ന സമയം കഴിഞ്ഞിട്ടും കാണാതായതിനെ തുടർന്ന് നോക്കിയപ്പോഴാണ് 2ാം നിലയിലെ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കട്ടിലിന് സമീപം തറയിൽ കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം. കഴുത്തിൽ മുറിവും ശരീരമാസകലം നീലിച്ച നിലയിലുമായിരുന്നു. മൃതദേഹം തുടർ നടപടികൾക്കായി ശാന്തിവിള ആശുപത്രിയിലേക്ക് മാറ്റി. ഷോക്കേറ്റതാകാം മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. എന്നാൽ കഴുത്തിലേറ്റ മുറിവിന്റെ കാരണം കണ്ടെത്തേണ്ടതുണ്ടെന്ന് പോലീസ് പറയുന്നു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ ആത്മഹത്യയാണോ എന്നതിൽ വ്യക്തത വരൂ. കുട്ടി സ്ഥിരമായി ഗെയിം കളിച്ചിരുന്നു. എന്നാൽ വീട്ടിൽ മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ലെന്നും പോലീസ് പറയുന്നു. അലോഹിനെ കൂടാതെ അമ്മയും സഹോദരിയുമാണ് വീട്ടിലുള്ളത്. അച്ഛൻ വിദേശത്താണ്. ചിന്മയ സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അലോഹനാഥ്. ന്യൂസ് 18 തിരുവനന്തപുരം. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി ഉണ്ടെങ്കിലും അപകടനില തരണം ചെയ്തിട്ടില്ലെന്ന് ഡോക്ടർമാർ. മാർപ്പാപ്പയ്ക്ക് ഉടൻ ആശുപത്രി വിടാൻ കഴിയില്ലെന്ന് ഡോക്ടർമാർ അറിയിച്ചു. സമ്പൂർണ്ണ വിശ്രമമാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഒരാഴ്ച മുൻപ് റോമിലെ ജെമല്ലി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് ഡോക്ടർമാർ ഇതാദ്യമായാണ് മാധ്യമങ്ങളോട് വിശദീകരിക്കുന്നത്. ശ്വാസകോശ അണുബാധ കുറഞ്ഞെങ്കിലും ശ്വാസതടസ്സം പൂർണ്ണമായി മാറിയിട്ടില്ല. 2 ശ്വാസകോശങ്ങളിലും ന്യൂമോണിയ ബാധിച്ച പോപ്പിന് ആന്റിബയോട്ടിക് ചികിത്സ തുടരുകയാണ്. പ്രായാധിക്യവും മറ്റ് അസുഖങ്ങൾ ഉള്ളതുമാണ് വെല്ലുവിളിയെന്ന് മെഡിക്കൽ സംഘം. ഒരാഴ്ചയിലധികം ആശുപത്രിയിൽ തന്നെ തുടരേണ്ടിവരും. The Pope is fine. The reason that we are here because it's 1 week that he's in hospital, and so he asked to us, myself and Dr. Luigi Carbone, to give you some information
Of course, she has in critical condition. That means that one patient of 80 years old with chronic lung disease and you have some infection, virus, mycetes, and bacteria. It's critical condition, but he's fine now. He's fine. We hope that, and we are working every day with Mr. Strappetti, Dr. Luigi Carbone, or other my colleague, as I told before, Professor Carlo Torti, Professor Luigi Richeldi, Professor Antonio Gasbarini. അനാരോഗ്യം തടസ്സമായാൽ ഫ്രാൻസിസ് മാർപ്പാപ്പ സ്ഥാനമൊഴിഞ്ഞേക്കുമെന്ന് കർദിനാൾ ജിയാൻ ഫ്രാങ്കോ രവാസി. അതേസമയം നല്ല മനഃശക്തിയുള്ളയാളാണ് പാപ്പയെന്നും ഈ വർഷം തീരും വരെ തുടരാനാണ് അദ്ദേഹം ശ്രമിക്കുകയെന്നും കർദിനാൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഇറ്റാലിയൻ റേഡിയോയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. കത്തോലിക്ക സഭയിലെ പ്രമുഖ വൈദ്യശാസ്ത്ര പണ്ഡിതനാണ് ഇറ്റലിക്കാരനായ കർദിനാൾ ജിയാൻ ഫ്രാങ്കോ രവാസി. ഇതിനു മുൻപത്തെ മാർപ്പാപ്പയായ ബെനഡിക്ട് 16 സ്ഥാനമൊഴിഞ്ഞിരുന്നു. അനാരോഗ്യമായിരുന്നു കാരണമായി പറഞ്ഞത്. തുടർന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ സ്ഥാനമേറ്റത്. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ കൂടി നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 845, പവന് 64,360. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 6,620, പവന് 52,960. വെള്ളി ഗ്രാമിന് 108, കിലോയ്ക്ക് 1,80,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. ഇടവേളയ്ക്ക് ശേഷം സകലമാന കേരളം ഭവ്യ പാർവതി ചേരും.